ഇതുപോലെയുള്ള നാറികളാണ് ഈ നാടിൻ്റെ ശാപം. അല്ല, പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഇവനെപ്പോലെയുള്ളവനെ മുക്കാലി കെട്ടി അടിക്കണം. ആ 1.5 വയസ്സായ കൊച്ചിനെ ഇത്രയും ക്രൂരമായി ഇവൻ ചെയ്തില്ലേ, ഇവനെ എവളും കൂടി. ഇതിനൊക്കെ നമുക്ക് എന്തായാലും ഒരു വീഡിയോ കണ്ടു നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിന്റെ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ കുഞ്ഞ് നേരിട്ടത് മനസാക്ഷിയെ നടുക്കുന്ന ക്രൂരതയാണ്. 51 മുറിവുകളാണ് കുഞ്ഞിന്റെ ശരീരത്തിലുള്ളതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. അഷ്കർ കുഞ്ഞിനെ ഉപദ്രവിച്ചിരുന്നുവെന്ന് അഖിലയുടെ അമ്മ റീന ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പുഴുത്ത പട്ടിയെപ്പോലെ ആയിരിക്കും കുഞ്ഞിനെ നോക്കുക എന്ന് പറഞ്ഞു. അഖിലയും എല്ലാത്തിനും കൂട്ടുനിന്നുവെന്നും മകളെന്ന് പറയാൻ പോലും തനിക്ക് നാണക്കേടാണെന്നും അമ്മ പറയുന്നു. കുഞ്ഞിനെ തങ്ങളെ ഏൽപ്പിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അതിന് അഖില തയ്യാറായില്ല എന്നും അമ്മ റീന ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അതിലേക്ക് ആദ്യം, ഇവിടൊക്കെ വേണ്ടെങ്കിൽ എന്തിന് പെറ്റത്? അല്ലെങ്കിൽ ഈ പാവപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് ഈ പിള്ളേരൊന്നും ഇല്ലാത്ത, അവർക്ക് കൊടുത്തു കളയാത്തത്. അവർ സുഖമായിട്ട് വളർത്തുവരുന്നല്ല, നല്ലതുപോലെ പഠിപ്പിച്ച് നല്ലതുപോലെ വളർത്തി വിടുമായിരുന്നു. ഇത്രയൊക്കെ എന്തിന് ചെയ്തത്? ആ പാവം കൊച്ച് എന്തിന് പിഴച്ച്? എവളെയൊക്കെ ഇവിടെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെയൊക്കെ ഇവളെ പോലെ ഉള്ളവരാണ് നാടിനെ നശിപ്പിക്കുന്നത്. ഇവളെയൊക്കെ മനസ്സിലുള്ളതെന്ന് പറഞ്ഞാൽ ജയിലിൽ പോയാലും 5-6 ദിവസം അവിടെ കിടന്നിട്ട് സുഖമായിട്ട് നിന്നും കുടിച്ചും തിരിച്ചു വരാം. ഇതാണ് ഇവരുടെ ഐഡിയ. ഇവളൊക്കെ പുഴുത്തേ ചാവുള്ളൂ. അല്ല, സത്യം, ഇവളൊക്കെ പുഴുത്തേ ചാവും. ഈ കൊച്ചിനെയൊക്കെ ഇങ്ങനെ ചെയ്തില്ല, പിഞ്ച് ബാലകൈ പാവം. ആ കൊച്ച് എന്തൊരു അറിഞ്ഞ് അതിൻ്റെ കൈ, 2 കൈയും ഇരിക്കണ ഇരിപ്പ് കണ്ടില്ലേ? കാണുമ്പം നമുക്കിതൊന്നും ഓർമ്മിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇവളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇവളും അവനും കൂടി. എന്തൊരു കഷ്ടം. കള്ള കൊച്ചിനെ ചോദിച്ചതാണ്, എന്നിട്ട് അതിനെ അങ്ങ് കൊടുത്തിടാത്തത്. ആ കൊച്ച് അതുപോലെ അവിടെ കിടന്നെങ്കിലും വളരുമായിരുന്നില്ല. ഇവക്കൊക്കെ വേണ്ടെങ്കിൽ അങ്ങ് കൊടുത്തിടാത്തത് കൊച്ചിനെ. അല്ലാതെ ഇതിനെയൊക്കെ കിടത്തി കഷ്ടപ്പെടുത്തി ഇവളൊക്കെ കടകട്ടാന്ന് വലിച്ചു കയറുന്നു. ഇതാണ് ചെയ്യുക ഇവളെ അവനെ. എന്നിട്ട് നടപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ യാതൊരു അവാർഡ് വാങ്ങിച്ചിട്ട് തിരിച്ചു വരും പോലെയാണ് പറഞ്ഞത്. അതൊക്കെ കഷ്ടം. പിഞ്ച് കുഞ്ഞിനെയൊക്കെ ഇതൊക്കെ ചെയ്യാൻ ഇവളൊക്കെ എങ്ങനെ ഇത് മനസ്സ് വന്നേ? കഷ്ടം തന്നെ കേട്ടോ, പറയാതിരിക്കാൻ വയ്യാത്തതുണ്ട്. ആ കണ്ടപ്പോൾ കരഞ്ഞുപോയി, കണ്ണങ്ങ് നിറഞ്ഞുപോയി. എന്നു പറഞ്ഞാൽ അത്രയും കഷ്ടം. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യൂ? ഏതെങ്കിലും തള്ളവർ ചെയ്യുമോ? ജീവിതത്തിൽ ഒരു തള്ളയും ചെയ്യൂല. ഇത്രയും ഇത് ഓക്കെ എന്തൊരു കണ്ടിട്ട് ചെയ്യണമെന്ന് നമുക്ക് ഒരു വീഡിയോ കൂടി കാണാം. എനിക്ക് സംശയം എന്ന് പറഞ്ഞാൽ അഷ്കർ തന്നെയാണ്. കാരണം അതുവരെ എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ കുഞ്ഞിന് ഒരു ഉപദ്രവം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുഞ്ഞിനെ ഞങ്ങളെ കാണാനോ ഒന്നിനും അനുവദിച്ചിരുന്നുമില്ല. ഒരുപക്ഷെ ഒരു മനസാക്ഷി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ സ്റ്റേഷനിൽ അന്ന് കൊണ്ടുവരുമ്പോൾ 2 കൈയും ഒടിഞ്ഞ ഒരു കുട്ടിയെ എന്നെ ഒന്ന് കാണാനെങ്കിലും അനുവദിക്കുമായിരുന്നു. സൈലന്റ് കില്ലർ തന്നെയാണ്, നിയമത്തിന്റെ മുന്നിൽ അത് തെളിയിക്കുക. മർദ്ദിക്കുന്നത് കാണാറുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അഖില പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അഖിലയ്ക്കും കൂടുതൽ അറിവുണ്ടായിരുന്നു. അവൾക്ക് അറിവുണ്ടായിരുന്നു, അതുകൊണ്ടാണല്ലോ അവൾ സൈഡ് നിന്നത്. ഒരു പ്രാവശ്യമെങ്കിലും കുഞ്ഞിനെ ദ്രോഹിക്കുന്നത് അവൾ കണ്ടെങ്കിൽ അവൾ എന്തുകൊണ്ട് എന്നെ കുഞ്ഞിനെ തിരിച്ചു തന്നില്ല? നല്ല മോനാണ്, കുഞ്ഞുമോനാണ്, പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്ന ഒരു കുഞ്ഞു മോനാണ്. ഒരു പ്രാവശ്യം തന്നെ പറഞ്ഞു കൊടുത്താൽ അവൻ അത് ശരിക്കും മെമ്മറിയിലിട്ട് വെച്ചിട്ട് അത് അതുപോലെ കാര്യങ്ങൾ പറയും. ഈ കൊച്ചിനെ ഉപദ്രവിക്കണ കണ്ടപ്പം ഒന്നീ പോലീസ് സ്റ്റേഷനിൽ പറയാത്തത് ഇവ കരഞ്ഞു തുടങ്ങി, ഇവള് പോലീസ് സ്റ്റേഷനിൽ പറയാത്തത്, അല്ലെങ്കിൽ ആ നാട്ടുകാരോട് പറയാത്തത്. ഇവക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. ഇവള് അവനും കൂടി ചേർന്ന് തന്നെ ഇതൊക്കെ ഉണ്ടാക്കിയത്. അവക്കൊക്കെ പുളത്ത് നടന്ന് ജീവിക്കണം. അപ്പോൾ ഈ കൊച്ചൊരു ചെറിയ തടസ്സം പോലെ തോന്നിയോണ്ട് ഇവളൊക്കെ ചെയ്തതാണ്. ആ കൊച്ച് പാവം കൊച്ച്. ആ കൊച്ചിനെ കണ്ട എന്ത് നല്ല കൊച്ച്, നല്ല കിടില സൗന്ദര്യമുള്ള ഒരു കൊച്ച്. ഇവക്കൊക്കെ എങ്ങനെ തോന്നിയാൽ ഈ കൊച്ചിനെയൊക്കെ ഇങ്ങനെ ചെയ്യേ? അല്ലെങ്കിൽ ഈ തള്ളക്ക് ശരി സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയാത്തത്. ഇപ്പോഴാണ് പറയണത് ഈ തള്ള ചെയ്തതും തെറ്റാണ്. ഈ തള്ള പോലീസ് സ്റ്റേഷനിൽ അപ്പം പറയണമായിരുന്നു, അല്ലെങ്കിൽ നാട്ടുകാരോട് പറയണമായിരുന്നു ഇങ്ങനെ കൊച്ചിനെ ഉപദ്രവിക്കുന്നുണ്ടെന്ന്. ഇപ്പം വന്നിരുന്ന ക്യാമറയിൽ വന്നിരുന്ന് പറയാൻ അറിയാം. ഇതൊക്കെ സംഭവിക്കുന്ന മുമ്പേ ഇതൊക്കെ ആലോചിക്കണം, ഇതൊക്കെ ചെയ്യണം. അല്ലാതെ എല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ടല്ല ഇതൊക്കെ ചെയ്യാൻ വരേണ്ടത്. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ആദ്യമേ നാട്ടുകാരോടെയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ എവിടെ ചെന്ന് പറഞ്ഞാലും ആരായാലും ഇതിനെ ഇടപെടും ആ കൊച്ചിൻ്റെ കാര്യത്തിൽ. എന്തായാലും അവനെ
ഇവിടെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവരുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് നമുക്ക് കണ്ടു. കേട്ടില്ലേ, ജനം ഇളവി കിടക്കുകയാണ്. ഇവനെ പോലീസുകാരൊക്കെ വിട്ടുകൊടുത്താൽ ഇവനെ വലിച്ചു കീറി കളയും. പിന്നെ ആ പോലീസുകാരെ ജോലിയായിപ്പോയി. അതുകൊണ്ടാണ് പോലീസുകാർ തന്നെ ഇവനെ ഇങ്ങനെ പൊതിഞ്ഞു കൊണ്ട് പോണത്. അല്ലെങ്കിൽ പോലീസുകാരെ എന്നെ കൊന്നുകളഞ്ഞനെ ഇവനെ പോലെയുള്ള വൃത്തികെട്ടവന്മാരെ. അവരെ ഗതികേടാണ്. അവരെ ജോലി ആയതുകൊണ്ട് മാത്രമാണ് അവനെ ചുമന്നുകൊണ്ട് നടക്കുന്നത്. ഈ ദുഷ്ടനെ എവളെയൊക്കെ വച്ചിരിക്കാൻ പാടില്ല ജീവിതത്തിൽ. ഇവരൊക്കെ ഇനി കിടന്നാൽ ഈ നാടിന് വീണ്ടും ദോഷമാണ്. വീണ്ടും ഇവർക്ക് വല്ല ഒരു കൊച്ചുണ്ടായാൽ വീണ്ടും ഇവരിത് ചെയ്യൂലേ? അത് ആലോചിക്കേണ്ട കേസാണ്. എനിക്ക് പറയാനുള്ള ഇവിടുത്തെ മുഖ്യമന്ത്രിയോട് ആഭ്യന്തരമന്ത്രിയോട് ഈ കേസിന് നല്ല ഒരു ഇതുണ്ടാക്കണം. ഇവനൊക്കെ ഇനി പുറത്തിറങ്ങല്ല. ഇവൻ്റെയൊക്കെ മറ്റേ കുണ്ടിക്കൊഴുപ്പ് കാണിക്കാൻ വേണ്ടി നാട്ടിലിറങ്ങി നടക്കല്ല. ആ രീതിയിൽ അങ്ങ് ചെയ്യണം. അതോടെ ഇവനൊക്കെ തികയും. ഇവനൊക്കെ വേറെ കുറച്ച് ദിവസം കഴിഞ്ഞ് ജാമ്യത്തിലൊക്കെ ഇറങ്ങി ഇവിടെ അങ്ങ് ഫുഡൊക്കെ അങ്ങ് നടക്കാമെന്നാണ്. അത് ഉണ്ടാക്കരുത്. ഇവനൊക്കെ ജീവിതത്തിൽ ഇനി ഇവൻ ജയിലിൽ നിന്ന് ഇറങ്ങില്ല. ആ രീതിയിൽ ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ ഇവനൊക്കെ തികയും. പിന്നെ എൻ്റെ മറ്റോണ്ട് അവിടെ ഇരിക്കും. പിന്നെ അനക്കാൻ പറ്റൂലല്ലോ. ഇതൊക്കെയാണ് ചെയ്യുക. അല്ല, ഇവനൊക്കെ പുറത്ത് വിട്ടാൽ ഇവനൊക്കെ ഇനിയും വേലകൾ കാണിക്കും. ഇനിയും പാവപ്പെട്ട ഇതുപോലത്തെ പിഞ്ച് കുഞ്ഞുങ്ങൾ നമ്മൾ ഈ കാഴ്ച വീണ്ടും കാണേണ്ടി വരും. ഈ മറ്റേ ഇതിൽ പറയും പോലെ ഈ കൊച്ചു കേരളത്തിൽ എന്താണ് സംഭവിക്കണമെന്ന് നമ്മൾ അറിഞ്ഞുകൂടാതിരിക്കും. ഞാനൊക്കെ ഇത് കണ്ട് പേടിച്ചു പോയി. ഇങ്ങനെയൊക്കെ നമ്മളെ മക്കളെ ഒരു കമ്പെടുത്തടിക്കുന്നില്ലല്ലോ. ആ സ്ഥിതിക്കാണ് ഈ ഇത്രയും ക്രൂരമായി കൊച്ചിനെ എന്തെല്ലാം ചെയ്ത് അതൊന്നും പറയുമ്പം തന്നെ ഒരു മനസ്സൊരു ഇതായി പോകണം. അതൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെയാണ് ചെയ്ത് കളഞ്ഞത് ആ കൊച്ചിനെ. ഇവനൊക്കെ വിഷം വെച്ച് തന്നെ കൊല്ലണം, അല്ലാതെ കൊന്നിട്ട് കാര്യമില്ല. ഇവനൊക്കെ അനുഭവിച്ച് ഈ 51 ഈ മുറിവ് അവൻ്റെ ശരീരത്തിൽ ഉണ്ടാക്കണം. അവളെ ശരീരത്തിൽ ഈ 51 മുറിവ് ഈ കൊച്ചിനെ ഉണ്ടാക്കിയതുപോലെ ഉണ്ടാക്കണം. ആ കൊച്ചിനെ എവിടെയൊക്കെ ഉണ്ടാക്കി അവിടെയൊക്കെ തന്നെ ഉണ്ടാക്കണം. എങ്കിലേ അവനൊക്കെ പഠിക്കും. അല്ലെങ്കിൽ അവനൊക്കെ പഠിക്കൂലേ? അവനൊക്കെ ജയിലിൽ തിന്ന് കൊഴുക്കാൻ വേണ്ടി ചെന്ന് കിടക്കണത്. അവനൊക്കെ കഷ്ടം. ഇവനൊക്കെ തള്ളേ തന്നെയാണ്. അവളെ വലിച്ചു കയറി കളയണ. അവളെ തള്ളേ. ഇവളെന്തിന് പറ്റത്? എന്തായാലും നമുക്ക് ഒരു വീഡിയോ കൂടി കാണാം. ആ പോലീസുകാരുടെ കഷ്ടപ്പാട് നമുക്കൊന്ന് കണ്ടു നോക്കാം. പ്രധാനമന്ത്രി അത്രയും പോലീസ് വന്നിരുന്നത് ഇവിടുത്തെ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പോലും ഇത്രയും സുരക്ഷയില്ല. ഈ നാറിയെ കൊണ്ടുവരണ വരവ് കണ്ടില്ലേ? നാറിയെ ഇങ്ങനെ പോലീസ് ഇത്രയും ഇല്ലെങ്കിൽ ഈ നാറിയെ കൊന്നു കളയുമായിരുന്നു അവന്മാർ. ഈ അത്രയും ജനമാണ് ഇളവി കിടന്നത്. പറയാതിരിക്കാൻ വയ്യ. ഈ നാറിയെ ചുമന്നുകൊണ്ട് നടക്കണ പോലീസുകാരെ ഗതികേട് ആലോചിച്ച് നോക്കി. ഇവനെയൊക്കെ ഇവനെയൊക്കെ നമ്മളെ പൈസയ്ക്ക് തന്നെ തീറ്റി പോറ്റുകയും വേണം. ഈ നാറിയെ ഇവളെയും. അതാണ് വലിയ വലിയ കഷ്ടം. ഇവനൊക്കെ ഒന്നും അറിയണ്ട. ജോലിയില്ല, തൊഴിലുമില്ല, സുഖമായിട്ട് ഉണ്ട് ഉറങ്ങി അങ്ങ് കിടന്നാൽ മതി. ഇതാണ് ഏറ്റവും വലിയ തൊഴിൽ. ഇവനെയൊക്കെ ഇത്രയും ചെയ്തവനെയൊക്കെ നമ്മളെ പൈസയ്ക്ക് തന്നെ തിന്നണമെന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്ക് ഒരു വീഡിയോയും കൂടി കാണാം. അങ്ങോട്ട് പോണ്ട.
അവന് 2-3 കിട്ടിയെന്ന് തോന്നണം ആ നാരിക്ക്. അത് ഉറപ്പാണ്. നല്ല പാലുകളുണ്ടായിരുന്നു. 2 ഇളുത്ത് വെച്ച് കൊടുത്തെന്ന് തോന്നുന്നു. അത് വളരെ അത്യാവശ്യം തന്നെ. എന്തായാലും ഇവൻ ജയിലിൽ ചെന്നാൽ ഇവന് വേഷ കിട്ടും അവിടെ. ഈ കൊച്ചിനെയൊക്കെ കൊന്നല്ലേ, അതിന് ഇവന് വേഷ ചെവക്കനെ കിട്ടും. അത് ഉറപ്പാണ്. ഇവന് യുവക്കും കിട്ടും. അവിടെ നല്ല പിള്ളേരുണ്ട്, കാണും. അവരെന്തായാലും ഇവന് 2 കൊടുക്കാതിരിക്കുമോ? ഇത്രയും ഇത് ചെയ്തവനെ. ആ കൊച്ചിൻ്റെ പാവം. കൊച്ചിന് ആർക്കെങ്കിലും കൊടുത്തു കളയാത്തത് ഇവള് നമുക്ക് ആർക്കെങ്കിലും കൊടുത്തൂടെ? എനിക്ക് വേണ്ട. അല്ലെങ്കിൽ അമ്മ തൊട്ടിൽ കൊണ്ടുവിടാത്തത് അവരെ ആരായാലും ഇതിനെ വളർത്തൂല്ലേ? ആരെ കൊടുത്താലും ഈ കൊച്ചിനെ വളർത്തുമായിരുന്നു. ഇതൊക്കെ എന്തിനു ചെയ്തു? അത് എന്തൊരറിഞ്ഞ്? അതിനെന്താ അറിയാം? പാവം, എത്ര കാലം ജീവിക്കേണ്ട കൊച്ച്. ഈ നാറിയ പറയണ എൻ്റെ നാക്കി തന്നെ ഇല്ലാതായിപ്പോവും. അവനെ പോലെയുള്ളവനെ. ഇവൻ്റെയൊക്കെ മുഖം പോലും കാണാൻ പാടില്ല. അപ്പോൾ ഇന്ന് ഇത്ര മാത്രമേ അതൊക്കെ തന്നെ ഉള്ളൂ. ഈ നാറിയെ പറഞ്ഞിട്ട് കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് വെച്ച് മതിയാക്കണതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത പുതിയ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ.